So hello guys, welcome to our channel. ഒരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. ഇത്രയും അടിപൊളി അല്ലാത്തൊരു ലൈറ്റിംഗ് സെറ്റപ്പിൽ വെച്ച് നിങ്ങളുടെ അടുത്ത് പറഞ്ഞാലേ നിങ്ങൾ ഒബ്വിയസ്ലി ബാക്ക് അടിച്ചു പോലെ. സോ നിങ്ങളൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ മേ ബി ഒരു ഫോട്ടോഗ്രാഫർ ആയിരിക്കാം, ഒരു ഫിലിം മേക്കർ ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു യൂട്യൂബർ ആയിരിക്കാം. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ലെവലിൽ നിങ്ങൾ എടുക്കുന്ന വീഡിയോസ് എത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും അത് റീതിങ്ക് ചെയ്യേണ്ടത് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന മൊബൈൽ ഫോണിനെ പറ്റിയോ അതല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ എടുക്കുന്ന ക്യാമറയോ അല്ല, അത് ലൈറ്റിംഗ് ആണ്. ഇപ്പൊ നിങ്ങൾ നേരത്തെ കണ്ട പോലെ തന്നെ ആ ഒരു വലിയ ഡിഫറൻസ് ഒന്നും ഇരിക്കുന്നത് ഞാൻ സെയിം ക്യാമറയിൽ എടുത്തിരിക്കുന്ന വീഡിയോ തന്നെയാണ്, പക്ഷേ ലൈറ്റിംഗ് കൊണ്ടുവന്ന ഒരു ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾ കണ്ടതാണല്ലോ. സോ ഹലോ ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഗോഡോക്സിന്റെ M150 എന്ന് പറയുന്ന ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു അടിപൊളി പോക്കറ്റ് ലൈറ്റ് ആണ് നമ്മൾ റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അപ്പുറത്തുള്ള ഒരു ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ആ ഒരു പ്രൊഡക്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം, അതിനുശേഷം അതിൻ്റെ റിവ്യൂയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ ഓവർവ്യൂ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മുകളിലായിട്ട് ഗോഡോക്സിൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് ഇവിടെ 1 year വാറണ്ടി കൊടുത്തിട്ടുണ്ട്. സോ അത് അവൈൽ ചെയ്യാനായിട്ട് നിങ്ങൾ അവരുടെ സൈറ്റിൽ പോയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അതുപോലെ തന്നെ ബോക്സിൻ്റെ ബാക്ക് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലൈറ്റിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നൈസായിട്ട് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഒരു യൂസർ മാനുവൽ വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു വാറണ്ടി കാർഡ് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ഹോട്ട് ഷൂ മൗണ്ട് തന്നിട്ടുണ്ട് അവർ. അതുപോലെ തന്നെ ഒരു ചാർജിങ് കേബിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ഒരു എൽ ബ്രാക്കറ്റ് വരുന്നുണ്ട്. ഇതെന്താ സംഭവം ഞാൻ നിങ്ങൾക്ക് റിവ്യൂവിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ നമുക്ക് നമ്മുടെ വീഡിയോ ലൈറ്റ് അവർ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പാക്കിങ് തന്നെയാണ് നമ്മുടെ ലൈറ്റ് വരെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂയിലോട്ട് കിടക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികം കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഡിസൈനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്ന പോലെ തന്നെ വളരെ ചെറിയ ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു സൈസാണ് ഈ ഒരു ലൈറ്റ് അവർ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആക്ച്വലി നമ്മുടെ സ്മാർട്ട് ഫോണായിട്ടൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്മാർട്ട് ഫോണിനേക്കാളും ചെറുതാണ് ഈ ഒരു ലൈറ്റ്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ പോക്കറ്റിലൊക്കെ ഇട്ട് നമുക്ക് കൊണ്ടു നടക്കാം. നമ്മുടെ ട്രാവലിംഗ് പർപ്പസിനായാലും വ്ളോഗിങ്ങിനായാലും ഒക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ലൈറ്റാണ്. ഈ ഒരു ലൈറ്റിൻ്റെ ഒരു ഓവർവ്യൂ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിലായിട്ട് ഒരു പ്ലാസ്റ്റിക് ഡിഫ്യൂസർ കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക് ഡിഫ്യൂസർ മാറ്റിയതിന് ശേഷം ഈ ഒരു ലൈറ്റ് 100% ഇട്ട് കഴിഞ്ഞാൽ ഒരു ചെറിയ റൂം മൊത്തം ലൈറ്റ് ചെയ്യാനുള്ള ബ്രൈറ്റ്നസ് ആ ലൈറ്റിനുണ്ട്. പക്ഷെ നമ്മൾ അതേപോലെ ആ ഒരു ലൈറ്റ് ഏതെങ്കിലും സബ്ജക്റ്റിൻ്റെ ഫേസിലോട്ട് കൊടുത്താൽ നമുക്ക് ഭയങ്കര ഹാർഷ് ആയിട്ടുള്ള ലൈറ്റാണ് കിട്ടുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഡിഫ്യൂസർ അതിന് മുകളിലിട്ട് ബ്രൈറ്റ്നസ് ഒരു 80% ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റ് നമ്മുടെ വീഡിയോസിൽ കിട്ടും. നമ്മൾ ഡിസൈൻ വൈസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ താഴെ സൈഡിലായിട്ട് ഒരു USB പോർട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഈ ഒരു ലൈറ്റ് നമുക്ക് ചാർജ് ചെയ്യാനാണ്. നമുക്ക് ആക്ച്വലി ഇത് ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം നമുക്ക് വയർലെസ്ലി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് തന്നെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ട്രഡീഷണൽ ഓൺ ആൻഡ് ഓഫ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഒരു ഡയൽ അല്ലെങ്കിൽ ഒരു വീല് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചാണ് നമ്മൾ ആക്ച്വലി ഈ ഒരു ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അതല്ലെങ്കിൽ ബ്രൈറ്റ്നസ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അതിൻ്റെ മുകളിലായിട്ട് ഒരു LED ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ലൈറ്റിൽ എത്ര ചാർജ് ബാക്കിയുണ്ടെന്നൊക്കെ അറിയാനായിട്ട് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയാണ്. കംപ്ലീറ്റ്ലി പ്ലാസ്റ്റിക് ആയിട്ടൊരു ബിൽഡാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് എലമെന്റ് ഗ്ലാസ് ആണ്, പക്ഷേ നമുക്ക് അത്യാവശ്യം സ്റ്റേഡി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. പിന്നെ എങ്ങനെ പോയാലും നമ്മളൊരു ലൈറ്റിംഗ് എക്വിപ്മെന്റ് ഭയങ്കരമായിട്ട് റഫ്യൂസ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് അത്യാവശ്യം ഡ്യൂറബിൾ ആണ്. സോ അടുത്തൊരു മെയിൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ എന്തുകൊണ്ട് ഈ ലൈറ്റ് പർച്ചേസ് ചെയ്യണമെന്നാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത് ഇതിൻ്റെ സൈസ് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വ്ളോഗ് ചെയ്യാനായാലും ട്രാവലിങ്ങിനായാലും അതല്ലെങ്കിൽ ഏതൊരു ചെറിയ സ്പേസ് ലൈറ്റപ്പ് ചെയ്യാനും നമുക്ക് ഈ ഒരു ലൈറ്റ് നമ്മൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഈ ഒരു ലൈറ്റിൻ്റെ കോമ്പാറ്റബിലിറ്റിയാണ്. നമുക്ക് ഈ ഒരു ലൈറ്റ് നമ്മുടെ സ്മാർട്ട് ഫോൺ ആയിട്ട് യൂസ് ചെയ്യാം, നമ്മുടെ ക്യാമറ ആയിട്ട് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ട്രൈപോഡിൻ്റെയോ ലൈറ്റ് സ്റ്റാൻഡിൻ്റെ മുകളിൽ വെച്ചുകൊണ്ട് നമുക്കൊരു കീ ലൈറ്റ് ആയിട്ട് വരെ നമുക്ക് ഈ ഒരു ലൈറ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ അൺബോക്സ് ചെയ്തപ്പോൾ ഈ ഒരു ബോക്സിനകത്ത് നമുക്കൊരു എൽ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബ്രാക്കറ്റ് നമുക്ക് നൈസായിട്ട് നമ്മുടെ ഒരു ലൈറ്റിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അതിനുശേഷം നമുക്കൊരു ഫോൺ ഹോൾഡർ കിട്ടും. ഇപ്പോൾ നിങ്ങൾ വ്ളോഗ് ചെയ്യുന്ന ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഡാർക്ക് ആയിട്ടുള്ള ഏരിയയിൽ നമുക്ക് വ്ളോഗ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഫേസിലോട്ട് നമുക്ക് നല്ല ലൈറ്റ് കാണും. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഫോൺ ഈ ഒരു ഫോൺ ഹോൾഡറിൽ വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ലൈറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റാണ് നമുക്ക് നമ്മുടെ ഫേസിലോട്ട് കിട്ടും. എന്ന് മാത്രമല്ല അതിൻ്റെ ഇൻറ്റൻസിറ്റി കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ ഉണ്ട്. നിങ്ങൾ വ്ളോഗ് ചെയ്യുന്ന ഒരാളല്ല, നിങ്ങൾ സ്മാർട്ട് ഫോണിൽ ഫോട്ടോസ് അല്ലെങ്കിൽ റിയർ ക്യാമറ ഉപയോഗിച്ച് വീഡിയോസ് ഒക്കെ എടുക്കുന്ന ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൺ ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ മെയിൻ ഫ്ലാഷിനേക്കാൾ 10 ഇരട്ടി പവർഫുള്ളായ ഒരു ലൈറ്റാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. സോ സ്മാർട്ട് ഫോണിൻ്റെ കാര്യത്തിൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ലൈറ്റാണ്. ഇനി അത് മാത്രമല്ല നമുക്ക് ഈ ഒരു ലൈറ്റിൻ്റെ കൂടെ വേറൊരു മൗണ്ടും കൂടി കിട്ടിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ലൈറ്റ് നമ്മുടെ ക്യാമറയുടെ മുകളിൽ നമുക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും. സോ നമുക്ക് ഓൺ ദ ഗോ വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ് ഒക്കെ എടുക്കണമെങ്കിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത ലൈറ്റിംഗ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഈ ഒരു സംഭവത്തിന് പറ്റും. ഇനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ വളരെ ചെറിയൊരു ബഡ്ജറ്റിൽ നിങ്ങളൊരു യൂട്യൂബ് ചാനലൊക്കെ റൺ ചെയ്യുന്ന ഒരാളെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മേ ബി കുക്കിംഗ് വീഡിയോസ് എടുക്കാനോ അതല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് വീഡിയോസ് നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ ഫേസിലോട്ട് ഒരു കീ ലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ലൈറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ജസ്റ്റ് ഒരു ട്രൈപോഡിന് മുകളിലോ അതല്ലെങ്കിൽ ഒരു ലൈറ്റ് സ്റ്റാൻഡിൻ്റെ മുകളിലോ നിങ്ങൾക്ക് ഈ ഒരു ലൈറ്റ് ഫിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ കോമ്പാറ്റബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് പേർപ്പസിന് നമുക്ക് ഈ ഒരു ലൈറ്റ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും.
അടുത്തെന്ന് പറയുന്നത് ഈ ഒരു ലൈറ്റിൻ്റെ ബാറ്ററി ബാക്കപ്പ് ആണ്. 3000 mAh ലിഥിയം ബാറ്ററിയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 2 hours ഇത് ഫുൾ ചാർജ് ആവാനായിട്ട് എടുക്കും. അതുപോലെ തന്നെ നമ്മൾ 100% ബ്രൈറ്റ്നസ്സിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 1.5 hours ഇതിൻ്റെ ഫുൾ ചാർജ് നമുക്ക് കിട്ടുക. അതല്ല നിങ്ങളുടെ 80% അല്ലെങ്കിൽ ഒരു 50%ലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മോർ ദാൻ 1.5 hour ഈസി ആയിട്ട് കിട്ടും. പിന്നെ ഇതിൻ്റെ കളർ ടെമ്പറേച്ചറിനെ പറ്റി പറയുമ്പോൾ അക്യൂറേറ്റ് ആയിട്ട് ഒരു 5600 കെൽവിനിലാണ് ഇതിൻ്റെ കളർ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തൊരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു ലൈറ്റിൻ്റെ ഈസ് ഓഫ് യൂസ് ആണ്. അതായത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് വളരെ കൺവീനിയൻ്റ് ആയിട്ട് ഈ ഒരു ലൈറ്റ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അധികം കോൺഫിഗറേഷൻസും കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് ഒരു ഓൺ ആൻഡ് ഓഫ് ബട്ടൺ ഉണ്ട്. ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻറ്റൻസിറ്റി വീലും അവർ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ലൈറ്റിൻ്റെ പ്രൈസിംഗ് ആണ്. നമുക്ക് കറൻ്റ്ലി ആമസോണിൽ 3500 രൂപയ്ക്ക് ഈ ഒരു ലൈറ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു ലൈറ്റ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമ്മുടെ പല ആവശ്യങ്ങളിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞൻ ലൈറ്റാണ് നമ്മുടെ ഗോഡോക്സ് M150 എന്ന് പറയുന്ന ഈ ഒരു ലൈറ്റ്. സോ നിങ്ങൾ ആരെങ്കിലും പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ആ ഒരു ലിങ്കിൽ നിന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ചാനലിന് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്കിനി പുതിയൊരു വീഡിയോയിൽ ഇനി കാണാം. അതൊരു ബൈ, പീസ്.